إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, നമ്മെ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അനുഗ്രഹദാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നീട് നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ, അതാണ് യഥാർത്ഥ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവുമെല്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാത്ത എല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പോരായ്മകളും പാളിച്ചകളും അന്ധമായ വിശ്വാസങ്ങളുമാണ്. നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് വലിയ ഭൗതിക പുരോഗതിയിലും വിദ്യാഭ്യാസ പുരോഗതിയുമൊക്കെ നേടിയിട്ടുണ്ട് എന്ന് പെരുമ പറയാറുള്ള നാടാണ്. എന്നാലും മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങൾക്കും വികലധാരണകൾക്കും ഒരു കുറവുമില്ല എന്നാണ് നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു കൊലപാതകി ഒരു വീട്ടിലെ 3 ആളുകളെ കൊല്ലുകയുണ്ടായി. 2 ആളുകളെ കൊന്നു, ജയിലിലായി. വീണ്ടും വന്നതിന് ശേഷം മറ്റൊരാളെ കൂടി കൊന്നു. അതിന് കാരണം പറഞ്ഞത് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു അത്രേ, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ, പ്രയാസങ്ങളൊക്കെ ഒരു നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് കാരണം എന്നാണ്. അപ്പോൾ ആ സ്ത്രീയുടെ കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കുക. മറ്റൊരു വാർത്ത കേട്ടു, ഒരു പിഞ്ചോമന പൈതലിനെ, 2.5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ, ഒരു പൈതലിനെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നു. അതിന് കാരണം അയാൾ പറഞ്ഞത്, ആ കുഞ്ഞ് ഉണ്ടായതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്, എൻ്റെ ബിസിനസ് തകരാൻ തുടങ്ങിയത്, അതേപോലെ തന്നെ മറ്റു അപകടങ്ങൾക്ക് കാരണം ഇതൊക്കെ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും കണക്കന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്.
അതിനനുസരിച്ച് വെട്ടിക്കൊല്ലാനും കൊന്നില്ലാതാക്കാനും ആളുകൾ മടി കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ചിത്രം. യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട വിദ്യാഭ്യാസ പുരോഗതിയും ഈ പറയപ്പെട്ട പഠനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടും എന്താണ് ഇതിനൊക്കെ കാരണം? യഥാർത്ഥ മതം ഇല്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മതം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് രണ്ട് ലോകത്തും വിജയിക്കാൻ ഒരേ ഒരു മതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുള്ളൂ. അത് ദീനുൽ ഇസ്ലാമാണ്. ഈ മതത്തിൻ്റെ പ്രമാണങ്ങളിൽ അല്ലാഹു പഠിപ്പിച്ച കാര്യമാണ്. ഒരാൾ ഉണ്ടായതുകൊണ്ടോ, ഒരാൾ നോക്കിയത് കൊണ്ടോ, ഒരു പൂച്ച ചാടിയത് കൊണ്ടോ, ഒരു മോങ്ങിയത് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല. നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ പടക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എത്ര കാലം ജീവിക്കും, എപ്പോൾ അപകടം പറ്റും, എന്ത് സമ്പാദിക്കും, എന്ത് നേടും, എന്തെല്ലാം ദുരിതങ്ങൾ ഉണ്ടാകും, എന്ത് നേട്ടങ്ങൾ കരസ്ഥമാക്കും എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. ഇത് ഇസ്ലാം ദീനിൻ്റെ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണായിക്കൊണ്ട് ഖദറിലുള്ള വിശ്വാസത്തെ അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്തു. ഇത് മാറ്റാൻ ഒരാൾക്കും, ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ടോ, അയൽവാസി എന്തോ പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ എന്തോ ചെയ്തതുകൊണ്ടോ ഒന്നും ഒരാൾക്കും ഒന്നും മാറ്റാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വയംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വയംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരിതം, ഒരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അത് മാറ്റാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നമുക്കൊരു ഖൈർ ഉണ്ടാവുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ബിസിനസ്സിലോ എന്തെങ്കിലും ഖൈറും മേന്മകളും മെച്ചങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് തടക്കാൻ, അത് ഇല്ലാതാക്കാൻ ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടായതുകൊണ്ടോ, എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ഒന്നും സാധ്യമല്ല. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ പറയപ്പെട്ട കേസുകളൊക്കെ മറ്റു മതസ്ഥരിലല്ലേ, അവർക്കെന്ത് ഖുർആനും സുന്നത്തും എന്ന്. സഹോദരന്മാരെ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും ഇതിനേക്കാൾ അബദ്ധജടിലമായ വിശ്വാസങ്ങളിലും പ്രവർത്തനങ്ങളിലുമാണുള്ളത്. മറ്റുള്ള മതസ്ഥരിൽ ജ്യോത്സ്യനും കണക്കനും എന്ന് പേര് പറയുമ്പോൾ അതേപോലെ തന്നെ പേരൊന്നു മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മുസ്ലിയാരും ബീവിയും തങ്ങളും ഹോജയുമായി മാറുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. തനിക്കാരെങ്കിലും സിഹ്ർ ചെയ്തോ, തനിക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തു വച്ചിട്ടുണ്ടോ, തനിക്കെന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ വളരെ ഉഷാറായി പോകുകയായിരുന്നു. പിന്നെ തൻ്റെ അനിയൻ, തൻ്റെ ജ്യേഷ്ഠൻ, തൻ്റെ കുടുംബക്കാരൻ, തൻ്റെ ഇളയച്ചി, തൻ്റെ മൂത്തച്ചി, അവർ തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൻ്റെ വിഷയത്തിൽ അവർ അസൂയാലുക്കളാണ്. ആരാണ് എനിക്കിങ്ങനെ പ്രയാസം? ഇപ്പം വെച്ചടി പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഏത് സമയത്തും വെച്ചടി കാറ്റ ഉണ്ടായിരുന്നത്, ഇപ്പം ഇറക്കാണ്. ഇതൊക്കെ അറിയാൻ വേണ്ടി തങ്ങളുടെയും ബീവിയുടെയും ജ്യോത്സ്യൻ്റെയും അടുക്കൽ പോവുകയാണ്. തൻ്റെ ഭാവിയിൽ ആരാണ്, തൻ്റെ നല്ല ഭാവിയിൽ ആരാണ് ഇടപെട്ടിട്ടുള്ളത് എന്നറിയാൻ. ഖൈർ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ സിഹിറും മറുസിഹിറുമായി കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. സഹോദരന്മാരെ, നമ്മുടെ ജില്ലയിലാണ് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കേട്ട ഒരു സംഭവമാണ്. ഒരു മനുഷ്യൻ മരിച്ചു, ഒരു കുടുംബനാഥൻ മരിച്ചു. മരിച്ചിട്ട് അയാളുടെ മയ്യത്ത്, പുഴുവരിക്കുന്ന മയ്യത്ത് 3 മാസക്കാലം, ഏകദേശം 100 ദിവസത്തോളം കുടുംബം, ഭാര്യയും മക്കളും പൊതിഞ്ഞു സൂക്ഷിച്ചു പുഴുവരിക്കുന്ന ശരീരം. കാരണം മുസ്ലിയാർ തങ്ങൾ പറഞ്ഞു കൊടുത്തു അതിന് ജീവൻ വരുമെന്ന്. ഖൈർ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. ഇങ്ങനെ തങ്ങന്മാരും ബീവിമാരും തൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കാതിരിക്കാൻ കാരണം ഇന്നവരാണ്, അതിനെ ഇവിടെ മറുമരുന്നുണ്ട്, അതിന് ഇന്നത് ചെയ്താൽ മതി, ഇങ്ങനെ തടിച്ചു കൊഴിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലുകളും വാട്സപ്പ് കൂട്ടായ്മകളുമായിക്കൊണ്ട് ഇങ്ങനെ
മുസ്ലിയാക്കന്മാരും അതേപോലെ തന്നെ ദീനിനെ വിറ്റ് പണയപ്പെടുത്തുന്ന ആളുകളും തഴച്ചു വളരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകൾ സഹോദരന്മാരെ അതിന് പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കണം. കോഴിമുട്ടയിൽ എഴുതിയാൽ മതി, എന്നിട്ട് കലത്തിലിട്ടാൽ മതി, എന്നിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം, വീടിൻ്റെ ചുറ്റിലും പിന്നെ ഇന്ന ദിക്റ് ചൊല്ലി ദുആ ചൊല്ലി ആണി അടിച്ചു വെക്കണം, റൂമിൻ്റെ മൂലയിൽ ഇന്ന സാധനം വെച്ച് കൊടുക്കണം. എന്തിന്? തൻ്റെ പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടി. ഇത് ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ സൂചിപ്പിച്ച പോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പക്ഷി പാറിയാൽ, അല്ലെങ്കിൽ ഒരു പക്ഷി മൂളിയിട്ടുണ്ടെങ്കിൽ, കറുത്ത പൂച്ച ചാടിയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അശുഭലക്ഷണമായി കാണുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ ആരാണ് ഇടപെടുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് എഴുതി വച്ചിട്ടുള്ളത്, അതിനെ മാറ്റാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ള വിധിയിലുള്ള അചഞ്ചലമായ വിശ്വാസം, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല വരച്ചു വച്ചിട്ടുള്ള വര ഖദർ, അത് മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ എന്ന് റബ്ബ് പഠിപ്പിക്കണം. എന്നിട്ട് ദുർമന്ത്രങ്ങളും അതേപോലെ തന്നെ ദിക്റുകളും ദുആകളും പിന്നെ എഴുതിയിട്ട് തൻ്റെ വീടിൻ്റെ മൂലക്കൽ വെക്കുക, തൻ്റെ സിറ്റൗട്ടിൽ വെക്കുക, വാഹനത്തിൽ അപകടമില്ലാതിരിക്കാൻ വേണ്ടി ജാറ് മൂടിയ തുണി കെട്ടിവെക്കുക. എത്ര പുതിയ ബൈക്കിൻ്റെയും അതേപോലെ തന്നെ വാഹനത്തിൻ്റെയൊക്കെ ഉള്ളിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പച്ച തുണിക്കഷ്ണം കാണും. എന്തിനാണ്? മരിച്ചു കിടക്കുന്ന മഹാൻ തൻ്റെ വാഹനത്തിന് വരാനിരിക്കുന്ന അപകടങ്ങളെ കാത്തിരക്ഷിക്കും. അതുകൊണ്ട് വെഞ്ചരിച്ചു വന്നതാണ് മറ്റുള്ള മതസ്ഥരെ പോലെ തന്നെ. ഇങ്ങനെ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അള്ളാഹിൻ്റെ ദീനിൻ്റെ അടിത്തറകൾ എന്താണെന്ന് അറിയാത്ത ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ, നിനക്ക് എന്തെങ്കിലും ഒരു ദുർറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മറുസിഹർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിവിധി കൊണ്ടോ ഏതെങ്കിലും തങ്ങളോ ബീവിയോ പറഞ്ഞതുകൊണ്ടോ സാധിക്കുകയില്ല. ഇത് കേവലം സമ്പത്ത് നഷ്ടപ്പെടുന്ന വിഷയം മാത്രമല്ല, അന്ധവിശ്വാസമായിട്ട് ഒരു വിശ്വാസം പേറുക എന്നുള്ളത് മാത്രമല്ല, അയാൾ കാഫിറായി പോവുകയാണ് ചെയ്യുന്നത്. ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ് സഹോദരന്മാരെ. ഒരു കുഞ്ഞ് ജനിച്ചത് കൊണ്ട് എനിക്ക് പ്രയാസം ഉണ്ടാകുന്നു, ഒരു കുഞ്ഞ് മരിച്ചത് കൊണ്ട് പ്രയാസം ഉണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞ് മരണപ്പെട്ട സമയത്ത് സൂര്യഗ്രഹണമുണ്ടായി. സഹാബത്തിൽ ചില ആളുകൾ പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞ് മരിച്ചതിൻ്റെ കാരണത്താൽ പ്രകൃതി പോലും സങ്കടപ്പെട്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻഖസിഫാനി ബിമൗതി അഹദിൻ വലാ ബിഹയാതിഹി, ഒരാൾ ജനിച്ചത് കൊണ്ടോ ഒരാൾ മരിച്ചത് കൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച പ്രകാരം എപ്പോഴാണോ ഗ്രഹണം ബാധിക്കേണ്ടത് അപ്പോൾ ഗ്രഹണം ബാധിക്കും. അല്ലാതെ ഒരാളുടെ മരണമോ ജനനമോ നമ്മുടെ ജീവിതത്തിൽ കയറ്റമുണ്ടാകുന്നതിനോ ഇറക്കമുണ്ടാകുന്നതിനോ പ്രയാസമുണ്ടാകുന്നതിനോ ഒന്നും ഈ പറയപ്പെട്ട സംഗതികൾ ഭാഗമാക്കാവുന്നില്ല എന്ന് മുഅ്മിൻ അടിയുറച്ച് വിശ്വസിക്കണം. അതാണ് ഖദറിലുള്ള വിശ്വാസം. നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ എമ്പാടുമുള്ള ഏർപ്പാടാണ്. നല്ല വീട് വെക്കും, 50 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയൊക്കെ വീട് വെക്കും. വീട് വെച്ച് ഒരു വർഷത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ച്, അല്ലെങ്കിൽ ബാത്റൂം പൊളിച്ച്. എന്താണ്? കന്നിമൂലയിലാണ് ബാത്റൂം ഉള്ളത്, അവിടെയാണ് ടോയ്ലറ്റ് വെച്ചിട്ടുള്ളത്. നോക്കണം സഹോദരന്മാരെ, ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അനുയായികളാണ് ചെയ്തു കൂട്ടുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ പേരിൽ കളഞ്ഞു തുളക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു രൂപയുടെ വിഷയമല്ല. തൻ്റെ വീടിൻ്റെ തൻ്റെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു അതിരിൽ ഏതായാലും ബാത്റൂം വരും, ഒരു ഭാഗത്ത് അടുക്കള വരും. അതിന് ഇന്ന സ്ഥലമെന്ന് ഒരു സ്ഥലത്തിൻ്റെ ഇന്ന സ്ഥലത്ത് ആയിരിക്കണം ഇന്നത് എന്ന് അള്ളാഹു അവൻ്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അത് കാരണം ഒരു പ്രയാസമുണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് തൻ്റെ വീട്ടിൽ വീട് കഴിഞ്ഞ്
കുടിയിരിക്കൽ കഴിഞ്ഞ് ഹൗസ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രയാസം, കുട്ടികൾക്ക് അസുഖം വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, വയറ്റുനോക്ക് വരുന്നു. സാധാരണയായിക്കൊണ്ട് പുതിയ വീടും അതിൻ്റെ പെയിൻറ്റിൻ്റെ മണവും അതേപോലെ തന്നെ അതിൻ്റെ പിന്നെ അവിടുത്തെ സാധാരണ മാറി താമസിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും മക്കൾക്കൊക്കെ എല്ലാവർക്കും ഒരു പ്രയാസം ഉണ്ടാകും. അത് കണ്ട ഉടനെ നമ്മുടെ തങ്ങളുടെ അടുക്കിലേക്ക് പോവുകയാണ്, ജ്യോത്സ്യൻ്റെ അടുത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ ഇത് നല്ല വരുമാനമായി കാണുന്നു. എന്നിട്ട് എവിടെയാണ് പിന്നെ ബാത്റൂം ഉള്ളത്? അത് കന്നിമൂലയിലാണ്, ഇന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ആരെയും സിഹ്ർ ചെയ്ത് വെച്ചതാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ ഇത് സഹോദരന്മാരെ കാഫിറായി പോകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈമാൻ കാര്യത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണവർ. ചില്ലറ വിഷയമല്ല. ഇത് തന്നെയാണ് മറ്റുള്ള മതസ്ഥരിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ധമായ വിശ്വാസങ്ങൾ, അതിൻ്റെ പേരിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. പിഞ്ചോമന പൈതലിനെ പോലും കിണറ്റിലിട്ട് സ്വന്തം അമ്മാവൻ കൊല്ലാൻ കാരണമായത് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ഭാര്യയിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് മറ്റൊരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ, ഇന്ന ആളുകൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വലനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. എല്ലാവർക്കും ഒരു നാൾ മരിക്കേണ്ടി വരും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു നിങ്ങളെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുന്നു. പ്രയാസങ്ങളും ഉണ്ടാകും, കഷ്ടപ്പാടുകളും ഉണ്ടാകും, അതേപോലെ തന്നെ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ കൊണ്ടും പരീക്ഷിക്കും. അത് ഇന്ന ആളുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇന്നതിൻ്റെ കാരണം കൊണ്ടോ അല്ല. ഒരു പുതിയ ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ജാറങ്ങളിലോ തങ്ങൾമാരിൽ നിന്നോ കൊണ്ടുവന്നിട്ടുള്ള ഒരു 10 രൂപയുടെയോ 5 രൂപയുടെയോ നാണയത്തൊട്ട് തൻ്റെ കടയിൽ വലിപ്പിൽ വെക്കുകയാണ്. എന്തിനാ? ബറക്കത്തിനാണത്. പല ആളുകളും തങ്ങന്മാരെ കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. എന്തിനു വേണ്ടിയാണത്? എന്തിനു വേണ്ടിയാണ്? അതിലൂടെ ബറക്കത്ത് കിട്ടും. ശിർക്കൻ വിശ്വാസമാണ് സഹോദരന്മാരെ. ഞാൻ എല്ലാവരെ കുറിച്ചുമല്ല പറയുന്നത്. ഒരു അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ആൾ അറിയും, അതിലൂടെ പബ്ലിസിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല. നേരെ മറിച്ച് ഇന്ന തങ്ങളെ വിളിച്ച് തങ്ങളുണ്ടെങ്കിലേ നടക്കൂ. ഇന്ന തങ്ങളെ കൊണ്ട് എന്തിനാണ്? തൻ്റെ കടയിൽ ഐശ്വര്യമുണ്ടാകാൻ, ബറക്കത്തുണ്ടാകാൻ. ആരാ സഹോദരന്മാരെ ഇത് നിശ്ചയിക്കുന്നത്? ആരാണ് നിശ്ചയിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ പൊന്നാര റസൂലുള്ളാഹിയുടെ സഹാബത്ത് എത്ര കച്ചവടക്കാരുണ്ടായിരുന്നു. അവരുടെ ജീവിതം തന്നെ കച്ചവടമായിരുന്നു. സ്ഥാപനങ്ങളുള്ളവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീടെടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഇവരാരെങ്കിലും ബറക്കത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് ഉദ്ഘാടനം ചെയ്യട്ടെ, കട ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിന് ബറക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. അതെല്ലാവർക്കും ആരോടും പറയാം. സ്വാലിഹായ മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ആളോട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ തവസ്സുലാക്കാറുണ്ട്. അതല്ല ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ശിർക്കൻ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ. എന്നാൽ ദീനിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഈ വിഷയത്തിൽ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ദിക്ർ, ജീവിതത്തിൽ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും തടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പടച്ച റബ്ബേ, നീ സൃഷ്ടിച്ചിട്ടുള്ള നിന്റെ സൃഷ്ടികളുടെ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് നിന്റെ നാമങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു റബ്ബേ എന്ന ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി, നിന്റെ പരിപൂർണമായ കലിമത്തുകൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്ന് പടച്ചറപ്പിനോടുള്ള ശരണതേട്ടം അതിന് എത്രയാണതിന് ഫലമുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാളൊരു സ്ഥലത്ത് യാത്ര പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് അന്യദേശത്ത് പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അന്യ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ യാത്രക്കിടയിൽ പ്രയാസമുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് സഹായം തേടാനും പ്രാർത്ഥിക്കുവാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലം യദുർറഹു ഷൈഉൻ, അവന് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇവിടെ ഉണ്ട് ഖുർആനിലും ഹദീസിലും. എന്നിട്ടും പോകുകയാണ്. തങ്ങളുടെയും ബീവിയുടെ അടുക്ക് ഒരു പുതിയ വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വീട് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പുതിയ ഒരു കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബറക്കത്തിന് വേണ്ടി അല്ലാഹു അല്ലാത്തവരുടെ ആരുടെ കയ്യിലാണ് ബറക്കത്തുള്ളത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവനാണ് ബറക്കത്തുടയവനായിട്ടുള്ളവൻ. അതൊരു തങ്ങൾക്കും ബീബിക്കും അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടില്ല. ബറക്കത്ത് നൽകുന്നവൻ, ബറക്കത്തിന്റെ കേന്ദ്രം അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു കൊടുത്തിട്ടില്ല. ഒരാളെ കൊണ്ടോ ഒരാളുണ്ടായത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും ചെയ്യൂല. ഒരു കറുത്ത പൂച്ച മുമ്പിലൂടെ ചാടിയിട്ടുണ്ടെങ്കിൽ ബേജാറ് തുടങ്ങുകയാണ്. സഹോദരന്മാരെ ആലോചിച്ച് നോക്കണം. ഒരു മൂങ്ങിയിട്ടുണ്ടെങ്കിൽ ബേജാറ് തുടങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ. എന്ത് സമാധാനമാണ് ജീവിതത്തിലുള്ളത്? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ചോനെ, നീ തന്നത് തടയാൻ ആരുമില്ല, ഒരാൾക്കും തടയാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ പുരോഗതി, നിങ്ങളുടെ പെൺകുട്ടിക്ക് നല്ലൊരു ഭർത്താവിനെ, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് നല്ലൊരു മരുമകളെ, അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ പഠിച്ച് ഉദ്യോഗസ്ഥരായി നല്ലൊരു സ്റ്റാൻഡിൽ എത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും, ഒരു സാഹിറിനും ഒരാൾക്കും ഒന്നും നിങ്ങളെ ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതേ നടക്കൂ, യാതൊരു സംശയവുമില്ല. അതിന് തങ്ങളുടെയും ബീവിയുടെയും അടുക്കലേക്ക് ഓടേണ്ട ആവശ്യമില്ല, ജാറങ്ങളിലേക്കും മക്കബറുകളിലേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെയുള്ള കൊലപാതക കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പറയണം, എന്തൊരു വിശ്വാസമാണല്ലേ, നമ്മുടെ ഉള്ളിലുള്ള സംഗതിയാണിത്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നിട്ടാണ് മറ്റുള്ളവരെ നമ്മൾ പഴി പറയുന്നത്. എത്ര മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് സഹോദരന്മാരെ, തങ്ങന്മാരുടെ നിരയാണ് നമ്മുടെ നാട്ടിലൊക്കെ. ആ കൂരിയാട് പ്രദേശത്തിൽ ഭയങ്കര കൂരിയാടിലേക്ക് അങ്ങോട്ട് പോകും. തങ്ങന്മാരുടെ ഇങ്ങനെ ഓരോ റൂമിലും തങ്ങന്മാരിരിക്കുക. എന്തേ? വെറുതെ ഇരിക്കല്ലോ അവിടെ. ആരാ അവിടെ പോകുന്നത്? ഹൈ റൂമത്തിൽപ്പെട്ട ആളുകളാ പോകുന്നത്. എന്താണ് അവിടെ പണി? MBBS കഴിഞ്ഞ് ഡോക്ടറാണോ? ആണെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മികവുകളോ കരസ്ഥമാക്കിയിരുന്നോ? ഇല്ല. ഒരു തങ്ങൾ എന്നൊരു വാല് മാത്രം. വിശ്വാസമാണ് സഹോദരന്മാരെ ഇല്ലാതാകുന്നത്. ആരെയാണ് തവക്കലാക്കേണ്ടത്? ആരെങ്കിലും എഴുതി തന്ന ഒരു പേപ്പർ തുണ്ടത്തിലല്ല. എന്തെങ്കിലും മന്ത്രവാദങ്ങൾ, അത് ഇല്ലാത്ത മന്ത്രങ്ങൾ എഴുതി വെച്ച് അത് വീട്ടിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ, വണ്ടിയിൽ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിലല്ല തവക്കലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരമേൽപ്പിക്കേണ്ടത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹുവേ, എനിക്കെൻ്റെ റബ്ബുണ്ട്. ഹലാലായ കാര്യങ്ങൾ തീരുമാനിച്ച് നമ്മൾ നടപ്പാക്കുക. ജീവിതത്തിൽ പ്രയാസമുണ്ടാകാം, കയറ്റമുണ്ടാകാം, ഇറക്കമുണ്ടാകാം. ഇറക്കുണ്ടാകുമ്പോഴേക്ക് ആരെങ്കിലും ചെയ്തോ, ആരെങ്കിലും ഉണ്ടാക്കിയോ, അത് ഇവനെ കൊണ്ടാണോ ഇവളെ കൊണ്ടാണോ? നീളമുള്ള ഒരു മുടിക്കാരിയുണ്ട്, ആ മുടിക്കാരിയാണ് എൻ്റെ കുടുംബത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് 3 ആളെ കൊന്നത് ഒരുത്തൻ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്ന ആൾക്ക് അല്ല മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. അതിന് അചഞ്ചലമായ വിശ്വാസം വേണം സഹോദരന്മാരെ. എൻ്റെ റബ്ബ് എന്നെ കഴിവിടൂല. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ അറിയാത്ത രീതിയിൽ, അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അന്നം കൊടുക്കും. അവൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു റെഡിയാക്കും. വമൻ യതവക്കൽ അലല്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ ഫഹുവ അസ്ബുഹു. അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മതി, വേറൊരാളും അവന് ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ യഖതബസ ഇൽമൻ മിനൻ നുജൂമി യഖതസബ ശുഅബതൻ മിനസ് സിഹ്രി സാദ മാ സാദ. ആരെങ്കിലും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോയി. എന്താ ജ്യോതിഷം? ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇന്ന നക്ഷത്രം, ഇന്ന നക്ഷത്രം അത് അങ്ങോട്ട് കയറുന്നു, ശനി ഇങ്ങോട്ട് കടന്നു, അതേപോലെ തന്നെ വ്യാഴം അങ്ങോട്ട് കടന്നു. അതുകൊണ്ട് കാരണം ആ നക്ഷത്രം അതിൻ്റെ ഗതിവിഗതികൾ മാറുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. രാശിയിലും നക്ഷത്രത്തിലും വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ നക്ഷത്രഫലം നോക്കുകയാണ്, കൈനോട്ടക്കാരുടെ അടുക്കിലേക്ക് പോവുകയാണ്. അത് സിഹറിന്റെ പ്രവർത്തനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വീണ്ടും പറഞ്ഞു, മൻ അതാ അർനാഫൻ ഫസഅലഹു അൻ ഷൈഇൻ. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക്, കൈനോട്ടക്കാരന്റെ അടുക്കലേക്ക്, ഭാവി പ്രവചിക്കുന്ന ആളിന്റെ അടുക്കലേക്ക്
ഒരു ബീവിയുടെ, ഒരു തങ്ങളുടെ, ഒരു മുസ്ലിയാരുടെ ഭാവി പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആരാകട്ടെ, അത് മൗലവിയാകട്ടെ, ആരാകട്ടെ, കണക്കനാകട്ടെ, ആരാകട്ടെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് പോകുന്നതെങ്കിൽ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളാണ് പോകുന്നതെങ്കിൽ ആരുടെ അടുക്കലേക്ക് പോയാലും ഫസഅലഹു അൻ ഷൈഇൻ, അവന്റെ പ്രശ്നത്തിന് പരിഹാരം തേടിക്കൊണ്ടാണ്. ഫസദ്ദഖഹു, അയാൾ പറഞ്ഞു കൊടുത്തത്, ആ ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തത് അയാൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലം തുഖബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ ഇബാദത്ത്, നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രശ്നമില്ല. തൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ, തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടികളുടെ അടുക്കിലേക്ക് പോവുക, അള്ളാഹ്ക്ക് മാത്രമേ ഗൈബ് അറിയുള്ളൂ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻദഹു മഫാതിഹിൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു, അദൃശ്യത്തിൻ്റെ താക്കോലുകൾ അള്ളാഹിൻ്റെ അടുക്കലാണ്. അതൊരു ബീവിയുടെയും, ഒരു തങ്ങളുടെയും, ഒരു മുസ്ലിയാക്കളുടെയും, ഒരു ഷെയ്ഖിൻ്റെയും അടുത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അള്ളാഹിൻ്റെ അടുക്കലാണത്. അദൃശ്യം തൻ്റെ ജീവിതത്തിൽ ഇനി നാളെ നടക്കാനുള്ളത് എന്താണ് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല. അഷ്റഫുൽ ഖൽഖാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനേക്കാൾ വലിയ ആരാളുള്ളത്? റസൂലിനേക്കാൾ വലിയ പ്രവാചകനുണ്ടോ? റസൂലുള്ളാഹിക്ക് വലിയ വലിയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ബദരീങ്ങളുണ്ടോ, ഉഹദീങ്ങളുണ്ടോ, ഖന്തഖീങ്ങളുണ്ടോ? ഒരാളുമില്ല. അള്ളാഹിൻ്റെ റസൂലിനെ അറിയില്ല തൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, എന്ത്? എനിക്കെങ്ങാനും ഗൈബ് അറിയുമെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ, എനിക്കൊരുപാട് നന്മകൾ, ഞാനിപ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാമായിരുന്നു, എനിക്കൊരു ദോഷവും വരില്ലായിരുന്നു. ശത്രുക്കൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണു ഉഹദ് യുദ്ധ സമയത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പോകുന്ന വഴിയിൽ വലിയ ചതിക്കുഴി ഉണ്ടാക്കി, അതിൻ്റെ മുകളിൽ ചപ്പുചവറുകളെല്ലാം ഇട്ട്, ചെറിയ കൊമ്പുകൾ വെച്ച് ചപ്പുചവറുകളിട്ട് മണൽ വിതറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വീണ് പരിക്ക് പറ്റി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട നെറ്റി പൊട്ടി, പല്ല് പൊട്ടി വീണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. റസൂലുള്ളാഹിക്ക് അറിഞ്ഞില്ല എൻ്റെ മുമ്പിൽ ഒരു കുഴിയുണ്ട്, ശത്രുക്കൾ ചതിക്കുഴി ഉണ്ടാക്കിയെന്ന് പൊന്നാര പ്രവാചകൻ അറിഞ്ഞില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കാരണമായിട്ടുള്ള സംഭവം പണ്ഡിതന്മാർ പറയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈബർ യുദ്ധത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഖൈബറിൽ വെച്ച് ഒരു ജൂതപ്പെണ്ണ് കൊടുത്ത വിഷം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും സൽക്കരിച്ച ഒരു ജൂതപ്പെണ്ണ് ആട്ടിൻ്റെ കുറകിൽ നല്ല മാരകമായ വിഷം കലർത്തിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു. റസൂലുള്ളാഹിന്റെ 2-3 സഹാബികൾ അവിടെ തന്നെ മരിച്ചു വീണു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കുറച്ച് ഇറങ്ങിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക്. ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതെല്ലാം ഛർദ്ദിച്ച് തുപ്പിക്കളഞ്ഞു. പണ്ഡിതന്മാർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, യാ ആയിഷ, ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന ആ വിഷത്തിൻ്റെ വേദന ഞാൻ അനുഭവിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റ വിഷം അള്ളാഹു പ്രവർത്തിപ്പിക്കാതെ അവിടെ വെച്ചു. വഫാത്തിൻ്റെ സമയം അത് പ്രവർത്തിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഹാദത്തിൻ്റെ കൂലി കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഷഹീദായി വഫാത്താകുന്ന കൂലി കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് ചെയ്തത് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വന്തം പാത്രത്തിലുള്ള ഭക്ഷണത്തിൽ വിഷമുണ്ടോ എന്ന് പോലും അറിയാത്ത പ്രവാചകൻ കൂടെയുള്ള സഹാബികളെ തിന്ന് മരിച്ചു പോവുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അദൃശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരാ ഇടപെടുന്നത്? അള്ളാഹു മാത്രമാണ്. അതാണ് ഖദറിലുള്ള വിശ്വാസം. അത് മറ്റൊരാളും ഇടപെടൂല. ഇടപെടുന്ന വിശ്വസിച്ചാൽ അവൻ കാഫിറായി പോകും, വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജ്യോത്സ്യന്മാരും ബീവിമാരും ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് പ്രയാസങ്ങളെല്ലാം ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും, ഞങ്ങൾ തരുന്ന ഏലസിലൂടെ
ഞങ്ങൾ തരുന്ന ഉറുക്കിലൂടെ എന്നൊക്കെ പറഞ്ഞ് ഉറുക്കും ഏലസും കെട്ടുന്ന ആളുകൾ, കുട്ടിയുടെ രോഗം മാറാൻ, പേടി മാറാൻ, പ്രയാസം നീങ്ങാൻ, അസുഖം ഭേദമാവാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു സംഭവം സഹാബത്ത് ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ഒരു നിവേദക സംഘം വന്നു. അക്ബല ഇലൈഹി റഹ്തുൻ, നിവേദക സംഘം വന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഇസ്ലാം ആകാനും ഇസ്ലാം പഠിക്കാനും വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഫബായ തിസ്അതൻ വഅംസക അൻ വാഹിദിൻ, 10 ആളുകളുണ്ട്. 9 ആളുകളിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് സ്വീകരിച്ചു, കൈ കൊടുത്ത് ബൈഅത്ത് സ്വീകരിച്ചു. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. ഫഖാലു, സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ബൈഅത തിസ്അതൻ വതറക്ത ഹാദാ, 9 ആളെയും റസൂലുള്ളാഹ് അള്ളാഹിൻ്റെ പ്രവാചകരെ നിങ്ങൾ ബൈഅത്ത് കൊടുത്തല്ലോ, ഒരാളിൻ്റെ ബൈഅത്ത് നിങ്ങൾ ഒഴിവാക്കിയല്ലോ, ഒരാളെ നിങ്ങൾ എന്തേ ഒഴിവാക്കി മാറ്റി നിർത്തിയത്, മൈൻഡാക്കാതിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇത് പറഞ്ഞ സമയത്ത്, ഖാല ഇന്ന അലൈഹി തമീമതൻ ഫഅദ്ഖല യദഹു ഫഖതഅഹാ ഫബായഅഹു വഖാല മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അയാളെ ഒഴിവാക്കാൻ കാരണം, അവൻ്റെ ബൈഅത്ത് സ്വീകരിക്കാതിരിക്കാൻ കാരണം, അവൻ്റെ കയ്യിൽ ഏലസുണ്ട്. അവൻ്റെ കയ്യിൽ അവൻ ഏലസ് കെട്ടിയവനാണ് അവൻ. എന്തിനാ ഏലസ്? ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയാണ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ അയാളുടെ ഏലസ് പൊട്ടിച്ചു കളഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം ബൈഅത്ത് കൊടുത്തു. എന്നിട്ട് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ആരെങ്കിലും ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ശിർക്കിൻ്റെ പണിയാണ്, അവന് ശിർക്കാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ശിർക്കായത്? എങ്ങനെയാ ശിർക്കായത്? തൻ്റെ ജീവിതത്തിലൊരു പ്രയാസം പരിഹരിക്കാൻ അത് ഇന്ന ഷെയ്ഖ്, ഇന്ന ബീവി, ഇന്ന മുസ്ലിയാർ, ഇന്ന തങ്ങൾ, ഇന്ന ഹോജ, ഇന്ന കണക്കൻ കെട്ടിത്തന്നിട്ടുള്ള, മന്ത്രിച്ചോതി തന്നിട്ടുള്ള ഇതുകൊണ്ട് സാധിക്കും, അതിനുള്ള സിദ്ധി അയാൾക്കുണ്ട്, അതിനുള്ള കാരണമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സബബാക്കാത്ത, പ്രയാസം മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ അല്ലാഹു സബബാക്കാത്തൊരു കാര്യം, അല്ലാഹുവിൽ നിന്നല്ലാതെ എൻ്റെ പ്രയാസം മാറുമെന്ന് വിശ്വസിക്കുന്നതോടുകൂടി അവിടെ ഷെയറിങ് നടക്കുകയാണ്. അല്ലാഹു എന്താ ഷെയറിങ്? എന്താ? അന്ന് ഷിർക്ക്. അതാണ് ഷിർക്ക്. എന്താ അവിടെ എന്ത് ശിർക്ക വന്നത്? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മാറ്റി തരുന്നത്. തരുന്നതും അല്ലാഹ്, കൊടുക്കുന്നതും അല്ലാഹ്, പിടിച്ചു വെക്കുന്നവനും അല്ലാഹ്, തടയുന്നവനും അല്ലാഹ്. അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യന് ഇടപാടില്ല സഹോദരന്മാരെ. അത് ആർക്കുമില്ല. ഒരു ജിന്നിനോ മലക്കിനോ അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്കും ആർക്കുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശിർക്ക് ചെയ്തു. അപ്പോൾ ചില ആളുകൾ പറയും, ഞങ്ങൾ ഖുർആൻ ഓതിയിട്ടാണല്ലോ മന്ത്രിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ദിക്ർ ഓതിയിട്ടാണല്ലോ മന്ത്രിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഏലസുകൾക്ക് പ്രശ്നമില്ല. റസൂലുള്ളാഹി അത് പറഞ്ഞിട്ടില്ല. ഖുർആൻ മന്ത്രിക്കാം നമുക്ക്, അത് ഏലസിലല്ല. കയ്യിൽ ഓതിയിട്ട് ഊതി തടവാം, ഒരാൾക്ക് തടവി കൊടുക്കാം, ഒരാൾക്ക് ഊതി കൊടുക്കാം, മന്ത്രിച്ചു കൊടുക്കാം. മന്ത്രത്തിലുള്ള ദിക്റുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഏലസ് കെട്ടാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിനുള്ള ഏർപ്പാട്. അതിപ്പോൾ എന്നും തുടരുന്നു ഇസ്ലാമിൻ്റെ പേരിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ മതം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകളും തെറ്റുകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വരുന്ന പരിശുദ്ധ റമളാനിൽ സജീവമായി ജീവിക്കാൻ, പ്രയാസങ്ങളില്ലാതെ ഇബാദത്തുകൾ എടുക്കാൻ, ബുദ്ധിമുട്ടുകളില്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ റമളാനിൽ കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ്, മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആ റമളാൻ കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.